ശ്മശാന തുല്യമാണ് മേപ്പാട് CHC. ഇപ്പോൾ ജീവന് തുല്യം സ്നേഹിച്ചവരുടെ മൃതദേഹം തേടി ദുരന്തം അതിജീവിച്ചവരെത്തുന്ന കാഴ്ച ഹൃദയഭേദകമാണെന്ന് നമ്മൾ ഇന്നലെയും ഒക്കെ കണ്ടതാണ് ഒരുപാട്. There are cemeteries that are lonely, graves full of bones that do not make a sound, the heart moving through a tunnel in its darkness, darkness, darkness. അതെ, മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം ഒരു ശവപ്പറമ്പ് പോലെയായി. ഉറ്റവരെയും ഉടയവരെയും തേടിയെത്തുന്നത് നിരവധി പേർ. തന്റെ കൂടപ്പിറപ്പുകൾ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥന മാത്രം എങ്ങു മലയടിക്കുന്നു. മനസ്സ് മരവിച്ച നിമിഷങ്ങൾ. ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഉറ്റവരെ കാണുമ്പോൾ കണ്ണുകൾ അലതല്ലിയലച്ചു വരുന്ന പുഴ പോലെ നിറഞ്ഞൊഴുകുന്നു. ഉറ്റവരെ കാണാതെ വീണ്ടും ദുരന്തഭൂമിയിലെത്തി ആരെയൊക്കെയോ തേടി അലയുന്നവർ. ജീവനുള്ളവരെക്കാൾ മരിച്ചവരെ തേടിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി CHCയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ രക്ഷാപ്രവർത്തനം ഊർജിതമാകുന്തോറും CHCയിലേക്ക് ആംബുലൻസുകൾ എത്തിക്കൊണ്ടേയിരുന്നു. ഇന്നലെയും മാറ്റമുണ്ടായിരുന്നില്ല. തിരിച്ചറിയാനാകാത്ത ജീവനറ്റ ശരീരഭാഗങ്ങളും CHCയിൽ ഇനിയുമുണ്ട്. അവസ്ഥ എന്ന് വെച്ചാൽ പറ്റും മോശമാണ്. അതും പലതരത്തിലുള്ള ബോഡികളാണ് നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്ന് വെച്ചാൽ അധികം എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നത് തന്നെ. അതിൽ പകുതി ചെറിയ കുട്ടികളുണ്ട്, പ്രായവരുണ്ട്, പിന്നെ അതിലും താഴ്ന്ന ആൾക്കാരുണ്ട്. തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടമാനം ബോഡികളുണ്ട്. 100-ലേറെ ജീവനറ്റ ശരീരങ്ങൾ ജില്ലയിലെ ദുരന്ത മേഖലയിൽ നിന്ന് മാത്രമെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ചാവുപുഴയായി ചാലിയാറിലൂടെ കുത്തിയൊലിച്ചൊഴുകി തീരത്തണഞ്ഞ മൃതദേഹങ്ങളും നിലമ്പൂരിൽ നിന്ന് ഇന്നലെ വൈകിട്ടോടെ ഇവിടെ എത്തിച്ചു. ശ്മശാന തുല്യമാണ് മേപ്പാടി CHC. ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവരുടെ മൃതദേഹങ്ങൾ തേടി ദുരന്തം അതിജീവിച്ചെത്തുന്നവരുടെ കാഴ്ച ഹൃദയഭേദകം. നിരാശയും പ്രതീക്ഷയും ഒരുപോലെ മാറിമറയുന്ന മുഖങ്ങൾ. ഉറ്റവരെ തേടി ജീവനുള്ളവരുടെ വരവ് തുടരുകയാണ്. മുനീഫ് തിരൂരിനൊപ്പം മേപ്പാടിയിൽ നിന്ന് മനേഷ് മൂർത്തി, 24.